ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനം 91:11. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വിശുദ്ധ എക്സ്പെഡിറ്ററിനോടുള്ള അത്ഭുത പ്രാർത്ഥന. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഈ പ്രാർത്ഥന നൊവേന പോലെ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് വിശുദ്ധ എക്സ്പെഡിറ്റിൻ്റെ ശക്തിയും സാന്നിധ്യവും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ പ്രകാശത്തിൻ്റെ ബലിപീഠത്തിൽ ഞാൻ എൻ്റെ ശരീരവും ഹൃദയവും മനസ്സും ആത്മാവും സമർപ്പിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങ് എൻ്റെ ശക്തിയായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എൻ്റെ സഹായത്തിന് എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ. ഇവിടെ നമ്മുടെ ആവശ്യം പറയാം. എൻ്റെ സാമ്പത്തിക ആവശ്യം അടിയന്തിരമാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ വെളിച്ചവും വഴികാട്ടിയും ആകണമേ. അങ്ങനെ ഞാൻ സമാധാനത്തോടും സ്നേഹത്തോടും ഐശ്വര്യത്തോടും സമൃദ്ധിയോടും ദൈവസ്തുതിയോടും കൂടി ജീവിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇത് മുടങ്ങാതെ 9 ദിവസം ചൊല്ലണം. നമ്മുടെ നിയോഗം സാധിച്ചു കിട്ടുമ്പോൾ സെയിൻറ്റ് എക്സ്പെഡിറ്റിന് ഒരു പ്രത്യേക ഓഫർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുക. ആമേൻ.